ആദ്യമായി ബിരിയാണി കഴിക്കുന്ന ഒരുപാട് മക്കളെന്ന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഒരു വൻ ജനാവലി തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഓ മാഷാ അല്ലാഹ്, ഭയങ്കര സന്തോഷത്തിലാണ് ആള്. ഇത്രയുണ്ട് കേട്ടോ നമ്മുടെ ലൈന്. ഭക്ഷണം മേടിക്കാമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ തൊയ്ബ ഗാർഡനിലാണ്. നമ്മുടെ ബംഗാൾ മർക്കസ് എന്നറിയപ്പെടുന്ന തൊയ്ബ ഗാർഡനിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ബംഗാളിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെയുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ബിരിയാണി വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ചേർന്നിട്ടാണ് ഈ ബിരിയാണി കൊടുക്കുന്നത്. അവർ സ്പോൺസർ ചെയ്തതാണ്. അത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ അവിടുത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ബിരിയാണി കഴിക്കാത്ത ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ച നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നിമിഷങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വ്ളോഗിലൂടെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹനീഫ്ക്കയാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹനീഫ്ക്ക. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, തക്കാളിയുണ്ട്, മറ്റ് സംഗതികളൊക്കെ ഉണ്ട്. ഹനീഫ്ക്ക സ്പീഡാക്കി കൊണ്ടുകൊടുക്കണ്ടേ? എപ്പോഴാവും അത്? ഓക്കെ. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. നമ്മളൊരു 3 മണി സമയത്താണ് ഗ്രാമത്തിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഹനീഫ്ക്ക സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി സടപടാന്ന് അരിയുന്നുണ്ട്. ഇങ്ങനെ അരിഞ്ഞ് പഠിക്കാൻ എത്ര കൊല്ലം പ്രാക്ടീസ് വേണം? മാഷാ അല്ലാഹ്, അരി സ്പീഡിലാട്ടപ്പോള്. ചിക്കനിൽ മസാല മിക്സ് ചെയ്യാണ്. മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഗരം മസാല ചേർത്ത് ഇനി ഇതെല്ലാം കൂടി മിക്സാക്കണം. ഇതെന്താണോ? ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടി അരച്ച് മിക്സാക്കിയത്. തൈരും ചേർത്ത് ഇതെല്ലാം കൂടി ഇട്ട് മിക്സാക്കും. ബിരിയാണി മസാല അല്ലേ, കാശ്മീർ ചില്ലിപ്പൊടി എല്ലാം മിക്സ് ചെയ്തിട്ടാട്ടോ. വെറും പേരിനൊരു ബിരിയാണി അല്ല, എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിയിട്ടാണ് ഉഷാർ ബിരിയാണിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. കുരുമുളക് പൊടി ഇട്ട് ഇപ്പോൾ ഇനി ഇതെന്താ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി മിക്സ് ചെയ്യുക. പ്രധാനപ്പെട്ട സാധനം പറഞ്ഞു, ഉപ്പും ചേർത്തിട്ടുണ്ട്. മിക്സാക്കുകയാണ്. മസാല തേച്ച് വെച്ച ചിക്കന് നമ്മൾ പൊരിക്കുകയാണ്. അതിവിദഗ്ധമായി ചട്ടിയിലേക്ക് മുളക് എറിയുകയാണ്. ഉള്ളി മിക്സ് ചെയ്തു. ഇത് വാട്ടിയെടുക്കണം അല്ലേ? എന്താ പരിപാടി? ഹനീഫാക്കാനെ സഹായിക്കാണ്. പണി സ്പീഡാക്കാൻ വേണ്ടി ഞാൻ തന്നെയല്ലേ അളക്കല്? ഹനീഫാക്ക് ശല്യാവോ? ഉള്ളി കരിയാക്കുന്ന മതി. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാടാ കുക്കിംഗ് ഒക്കെ. ഫൈനലി നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ആയിട്ടുണ്ട്. ചോറ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അരി ഇട്ട് തിളപ്പിക്കുകയാണ്. മെയിൻ ചെമ്പിൽ അരി നിറച്ചിട്ടുണ്ട്. ദമ്മിടാനുള്ള പരിപാടിയാണ് ആരംഭിക്കുന്നത്. സാധനം നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നീള അരിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കാറ്, നമ്മളെ ബസ്മതി അരി. നമ്മളെ ബിരിയാണി ചെമ്പ് കൊണ്ടുപോവാണ് ടോട്ടോയിലേക്ക്. ഇതാണ് നമ്മളെ വണ്ടി, ടോട്ടോ എന്നാണ് അതിൻ്റെ പേര്. ഇതിലാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് ബിരിയാണി കൊണ്ടുവന്നത്.
ചെമ്പിൻ്റെ അളവെടുത്ത് നോക്കുകയാണ് മൂപ്പര്. കൊള്ളുമെന്നുള്ള കൊള്ളൂലേ? किसका आइडिया है ये? मेरा आइडिया है। ओह ये मेरा आइडिया है। ഓക്കെ ഓക്കെ, നമ്മൾ അനീഫ് ഖാൻ്റെ ഐഡിയ പ്രകാരം ഈ സാധനം ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെമ്പ് വെച്ച് ഇതിൽ ചിക്കനല്ലേ? ഓക്കെ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ കൊടുക്കുക. അപ്പോൾ നമ്മൾ പോവാണ് ഇൻഷാ അല്ലാ. അങ്ങനെ ചിക്കൻ ബിരിയാണിയുമായിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ടോട്ടോയിൽ. मेरा साथ मेरा दोस्त ഷാക്കിഫ് ബി ഹെ. അവനെ അറിയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവന് ഇവിടെ നമ്മുടെ തൊയ്ബ ഗാർഡനിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ ഗ്രാമം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പോണ വഴി തന്നെ അതാ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. പരന്ന് കിടക്കുന്ന ഒരുപാട് വയലുകളാണ് റോഡിൻ്റെ ഇരുവശത്തും കാണാൻ കഴിയുന്നത്. ഇവിടെ കണ്ടോ ഫുള്ള് ഇത് ഈ രൂപത്തിലുള്ള വണ്ടി. നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷയ്ക്ക് പകരം ഇവിടുത്തെ വണ്ടി. क्या ये गाड़ी का नाम क्या? टोटो 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 TO टोटो. बंगाल में ज्यादा मिलेगा. ये पेट्रोल है ना? नहीं बैटरी. नहीं बैटरी में चला था. क्या आपका नाम? गुलाम गुलाम मुर्तुजा. ഓ ഗുലാം മുർത്തുജായാണ് നമ്മുടെ ഡ്രൈവർ. വണ്ടി ഏകദേശം 23 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഓവർടേക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടോ? അത് 25 കിലോമീറ്റർ. പിന്നെ എങ്ങനെയാണ് അവർ ഓവർടേക്ക് ചെയ്ത്? ആടാ ഫുള്ള് തന്നെ വണ്ടി. നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള നാടാണ് നമ്മുടെ ബംഗാൾ. കേരള ഇത്തന അച്ഛാ നെയ് ഹൈ. केरला अच्छा नहीं है. बंगाल अच्छा है. ആ നല്ല തിരക്കുള്ളൊരു ടൗണാണ് കേട്ടോ. 4 ഭാഗത്തുനിന്നും റോഡുകൾ സംഗമിക്കുന്നൊരു സ്ഥലം കൂടിയാണ്. നല്ല തിരക്കുള്ളൊരു ടൗണാണ് ഇട്ടത്. നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വലിയ ടൗണാണ്. ഇവിടെ വില്ലേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കാം ആ ഈ വഴിയിലാണ്. ഇതാണ് നമ്മുടെ ഗ്രാമം. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ചെറിയ റോഡാണ് കേട്ടത്. ഇതിൽ എത്ര ഹമ്പാവും? 1 2 3 4 5 അമ്പോ. गाँव का नाम क्या? रामनगर भाई. रामनगर. ഓ രാംനഗർ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. രാംനഗർ തപ്പൺ. നമ്മളിവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അത് പ്രകാരം ആളുകളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിതാ ഏകദേശം ഉള്ളിലേക്ക് എത്തി. നമ്മളെ നേതാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അനീഫ് ക, നിങ്ങൾ ഈ കാറിലൊക്കെ വരുള്ളൂ അല്ലേ? ഓക്കെ, നമ്മളെ വീഡിയോ എടുക്കാനും പിന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആൾക്കാർ വേണമല്ലോ. അത് അവർ വന്നിരുന്നത് കാറിലാണ്. നമ്മൾ ഈ ഗ്രാമത്തിലെത്തി. ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഒരു വൻ ജനാവലി തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഒരു പള്ളിയാണ് കേട്ടോ അത്. എല്ലാവരും കേസാ ക്യാമറ കുട്ടികളൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കേട്ടോ എല്ലാവരും വരിയായിട്ട് വന്നിട്ടുണ്ട്. എന്താ ആവേശം കുട്ടികളെ. ലൈൻ കുറോ, ലൈൻ ബാക്ക് छोटा आ गया. हाँ हाँ एदिके ഓ മാഷാല്ലാ. തീനിലിട്ടാ
ഒരുപാട് കുട്ടികളുണ്ട്. ഇനിയും ഇതാ കുട്ടികൾ വരുന്നത്. അല്ല, 2 ആളായിട്ടൊക്കെ വരുന്നുണ്ട്. ഓ തള്ളതാടി ജൽദി കുട്ടികളെ രക്ഷിതാക്കളാ കൂടെ ഉള്ളത്. നമ്മൾ ഷെരീഫ് നൂറാനി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിലാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അൻസാരി മൊയ്നുണ്ട്, ഫീഡ് തന്നീടി കോർഡിനേറ്റർ. अल्लाह खाओ ज़्यादा अच्छा है। वही बड़ा तो मने करो टेरे भाई नहीं एरकम बोल। हाँ है मुश्किल नहीं। 20 ഗ്രാം तो 150 घोर खाली ഒരു ഗ്രാമം മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ചെമ്പ് പൊട്ടിക്കാൻ പോവാണ്. ആ ഇല്ല, ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അനീഫ്ക ഇളക്കി തുടങ്ങി. ബിസ്മില്ലാ, നമ്മുടെ ഷെരീഫ് നൂറാനി ഉസ്താദ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇതർ പീസുണ്ട്. ഓ മാഷാ അല്ലാ. जा ഇത്രയുണ്ട് കേട്ടോ നമ്മുടെ ലൈന്. ഭക്ഷണം മേടിക്കാൻ വന്നൊരു ബിരിയാണി ആയതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ആൾക്കാർ എത്തിയിട്ടുള്ളത്. നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലൊരു ഷോപ്പാട്ടത്. അടിപൊളി. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര സാധനമുള്ളത് തോന്നൂല. ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഒരാളിവിടെ വന്ന് കഴിക്കാൻ തുടങ്ങിട്ടാ. അയാളെ വീടാണിത്. കൊടുത്ത് ഏകദേശം സാധനങ്ങൾ പകുതിയിലേറെ ആയിട്ടുണ്ട്. ഇനിയും ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങി മുപ്പര് തുടങ്ങി. ഇറച്ചി ഓ മില കാ ഏകദേശം ചെമ്പ് തീരാനായി. ആൾക്കാർ ഇനിയുണ്ട്. എല്ലാവർക്കും എത്തിക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഗ്രാമം മുഴുവൻ ബിരിയാണി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ബിരിയാണി ചെമ്പുമായിട്ട് നമ്മൾ വണ്ടി പോവുകയാണ്. कैसा है खाना? अच्छा. ഭയങ്കര സന്തോഷത്തിലാണ് ആള്. ഗോസ്നേ കാച്ചുക്ക. എല്ലാവരുടെ കയ്യിലും ബിരിയാണി പാത്രമാണ്. ഗ്രാമത്തിലൊന്ന് ചെറുതായിട്ട് കറങ്ങാം. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വീടുകൾ. നമുക്ക് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണ് എല്ലാം കാണുന്നതൊക്കെ. സാധാ രാവിലായ വയലിൽ പോവുക, അത് കഴിഞ്ഞ് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക. അതാണ്. മറ്റൊരു ചിന്തയോ വേറൊരു രോഗം ഒരിക്കില്ല. ഈ കാണുന്ന മാടുകളൊക്കെയാണ് ഇവരുടെ ജീവിത ചുറ്റുപാട്. നമ്മൾ ഈ ഗ്രാമത്തിലൊരു വീട്ടിലേക്ക് വന്നാട്ടോ. ഈ വീടിൻ്റെ ഇതൊരു വീടാണ്. എൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഈ കുട്ടികളെ ഉമ്മാനെ
ഇവരെ ഭർത്താവ് വിട്ടുതറിന് പോയത് പെൺകുട്ടികളായതിൻ്റെ പേരിൽ. അപ്പോൾ ഒരു സഹായങ്ങൾ ചോദിച്ച് വന്നിരിക്കുകയാണ്. ഇതാണ് അവരുടെ വീട്. നമ്മളിന്ന് നമ്മുടെ തൊയ്ബ ഫീൽഡ് നീഡിയുമായിട്ട് രാംനഗർ എന്ന ഗ്രാമത്തിലാണ് എത്തിയത്. ഇന്ന് ഇവിടുത്തെ കുട്ടികളൊക്കെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ അവർ ആദ്യമായി ബിരിയാണി കഴിക്കുന്ന ഒരുപാട് മക്കളെന്ന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതിലേറെ ഈ ഗ്രാമത്തിൽ ഇവിടുത്തെ ആളുകളുടെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. നമ്മൾ പണ്ട് ചരിത്രത്തിലൊക്കെ കേട്ട ഒരു 6-ാം നൂറ്റാണ്ട് ഇരുണ്ടയുഗം എന്ന് പറഞ്ഞ പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തിലേക്കാണ് മുത്തനബി തങ്ങൾ വന്നതെന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരു സംഭവം ഇവിടെ വന്നപ്പോൾ ഈ വീട്ടിലെ 2 മക്കളാണ് ഈ ഉമ്മാക്ക്. അപ്പോൾ ആ ഉമ്മയുടെ മകള് അവരെ കല്യാണം കഴിച്ചപ്പോൾ 2 പെൺകുട്ടികൾ ജനിച്ചു എന്നുള്ള കാരണത്താൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അങ്ങനെ വല്ലാത്തൊരു കഥയാണ് അവർ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. അങ്ങനെ ഓരോ ഈ ഗ്രാമത്തിലെ അവരെ വീടാണിത്, ചെറിയൊരു വീടാണ്. പിന്നെ അവളെ സഹോദരനാണ് സുഖല്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നതിലൂടെ എല്ലാ സമയവും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആദ്യം ഭക്ഷണം കൊടുക്കുക, പിന്നെ വിദ്യാഭ്യാസം നൽകുക, ധാർമ്മികമായ ഒരു അന്തരീക്ഷത്തിൽ ഇവരുടെ ഈ ഒരു മെൻറ്റാലിറ്റിയെ മാറ്റിക്കൊണ്ടുവരിക എന്നതാണ് ത്വയ്ബ ഫീൽഡ് നീഡിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് ഗ്രാമങ്ങളിൽ ദിനേന നമ്മുടെ സന്തോഷത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ മക്കളുടെ ജന്മദിനത്തിൽ, അതേപോലെ തന്നെ വിവാഹ വാർഷികം, അങ്ങനെ അതുപോലെ തന്നെ ഉമ്മമാരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആണ്ട് ദിവസങ്ങളിലൊക്കെ ഈ ഗ്രരാമങ്ങളിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് വലിയ സന്തോഷമാണ്, ഒരു നേരത്തെ നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറയുമ്പോൾ. അതോടൊപ്പം തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് കൂടെ അവരെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഗ്രാമങ്ങൾ, അവരുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഗ്രാമങ്ങളെ നമ്മൾ ഏറ്റെടുക്കണമെന്ന് എൻ്റെ ഈ ഒരു സംസാരം കേൾക്കുന്നവരോട് ഉണർത്തുകയാണ്. അല്ലാഹു ഈ ഗ്രാമത്തിൽ വലിയ ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ പാവങ്ങൾക്ക് അവരുടെ പട്ടിണി മാറ്റി നല്ല ദീനിയും അതേപോലെ തന്നെ ദുനിയവുമായ വിദ്യാഭ്യാസമൊക്കെ നേടാൻ ഈ ഗ്രാമത്തിലെ മക്കൾക്കും അതോടൊപ്പം തന്നെ നല്ലൊരു സമൂഹത്തിനെ ഇവരുടെ വാർത്തെടുക്കാൻ ത്വയ്ബക്കും കഴിയട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു വലിയ ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടില്ലേ, വളരെയധികം സങ്കടകരമാണ്. നമ്മുടെ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ഭാഗങ്ങൾ. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിച്ചാൽ വലിയൊരു കാര്യമാണ്. ഇവിടേക്ക് നമ്മളൊരു ചെറിയ ബിരിയാണി ആയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടുത്തെ കുട്ടികളുടെ ഒരു സന്തോഷം കണ്ടില്ലേ, അവരുടെ പ്രാർത്ഥന, അവരെ ദുആ ഒക്കെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അനീഫ്ക? വളരെ സന്തോഷമായി, വളരെ റാഹത്തായില്ലേ, ആൾക്കാർക്ക് നമുക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞില്ലേ. അതിൽ നമ്മളതിനെ ഉണ്ടാക്കി സന്തോഷം പാറില്ല. അതെ, നമ്മളതിലൊരു ചെറുതായിട്ടൊരു പങ്കാളിയായി എന്നുള്ളത് തന്നെ വളരെയധികം റാഹത്തുണ്ട്. പിന്നെ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും ഈ കാട്ടുന്ന സംഗതി തന്നെയാണ്. ബർത്ത്ഡേക്ക് അതുമാതിരി മരിച്ച ആണ്ടിന് കൂടിയിരുന്നാൽ അതിനെ കൊണ്ട് കഴിയുന്നത് നിങ്ങളെ സന്തോഷ നിമിഷങ്ങളിൽ ഇവിടെയുള്ള പാവങ്ങളെ ഓർക്കുക. അവർക്കും കൂടി ഒരു സംഖ്യ മാറ്റി വെച്ചാൽ നമ്മുടെ ഇടപെടുന്ന ആ കാര്യങ്ങളിലൊക്കെ വർക്കത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ കാണുന്നവർ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. നമ്മൾ അൻവർ ഭായിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പരാതിയിൽ. ഇതാണ് നമ്മുടെ മീഡിയൻ്റെ കോർഡിനേറ്റർ, മൂപ്പരാണ് ഇവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ബംഗാളിലുള്ള, അതൊക്കെ മൂപ്പരുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വേറൊരു സമയത്ത് കാണാം. അസ്സലാമു അലൈക്കും.